നമസ്കാരം, KCU ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. നിലയ്ക്കാത്ത സമരാവേശം. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CDS പ്രവർത്തകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. സ്മാരകശിലകൾ തകരുന്നതിനു പിന്നിൽ. കഞ്ഞിക്കുഴിയിലെ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനു പിന്നിൽ തോമസ് ഐസക് MLA എന്ന് DCC പ്രസിഡന്റ് A. ഷുക്കൂർ. വൈദ്യുതി മോഷ്ടിച്ചാൽ ഷോക്കടിക്കും. മോഷ്ടാക്കളെ കണ്ടെത്താൻ ആലപ്പുഴയിൽ ഊർജിത അന്വേഷണമെന്ന് ഋഷിരാജ് സിംഗ്. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ തലസ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ ശരിയായ രൂപത്തിൽ നയിക്കില്ല എന്ന ഉത്തമ ബോധ്യം വന്നുകൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തകർ തന്നെ ഇങ്ങനെയൊരു DMC ഞങ്ങൾ അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന ഒരാളെ ഒഴിവാക്കി തരണമെന്ന ന്യായമായ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് മുഖംതിരിച്ച് നിൽക്കുന്ന ഒരു സമീപനം ഇത്രയും സ്ത്രീകൾ സ്വയമേ തന്നെ സംഘടിച്ച് മുന്നോട്ട് വന്ന സമരമാണ്. പ്രേരണയുമല്ല. അതായത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KG രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. V. ഷീല, ഇന്ദിര തിലക്, ഷീലമ്മ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ മാരാരിക്കുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദ്യ ദിവസത്തെ സമരം നടത്തിയത്. കഞ്ഞിക്കുഴിയിലെ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിന് പിന്നിൽ തോമസ് ഐസക് MLA എന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ. ആലപ്പുഴയിൽ KCU വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന കണ്ണാർക്കാട് പ്രദേശത്തെ പാർട്ടിയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമായിരുന്നു. ഇത് മുതലെടുക്കുകയായിരുന്നു തോമസ് ഐസക് MLA ചെയ്തത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 31-ാം തീയതി കഞ്ഞിക്കുഴിയിലെ കണ്ണാർക്കാട് പാർട്ടി ഗ്രാമം, അതിനെ അങ്ങനെ തന്നെ പറയണം, അവിടെ ഒരു പൂച്ചക്ക് ഒരു ഈച്ചക്ക് കടന്നെല്ലാം കഴിയാത്ത സ്ഥലമാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ്, കൊത്തളമാണ്. അവിടെ രണ്ട് പാർട്ടിയിലെ രണ്ട് വിഭാഗം തമ്മിലുള്ള തമ്മിലടി. ആ തമ്മിലടിയിൽ ഞങ്ങളെന്ത് വിളിച്ചു? സഖാവ് തോമസ് ഐസക്കിന്റെയും വേറൊരു വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ. അതിൽ തോമസ് ഐസക്കാണ് ഈ ഇത്തരം നീച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളെന്ന് പരസ്യമായി പറയുന്ന ആളാണ്. അല്ലാതെ തെളിയിക്കട്ടെ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒക്ടോബർ 31-ാം തീയതി അർദ്ധരാത്രിയിൽ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണം നടക്കുന്ന ദിവസമാണത്. ഈ രാജ്യത്തെമ്പാടും ഇന്ദിരാഗാന്ധിയോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന ദിവസമാണ്. ആ ദിവസം അർദ്ധരാത്രിയിൽ ഇന്ദിരാഗാന്ധി സ്മാരകം തകർത്തിട്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ഈ കൃഷ്ണപിള്ള സ്മാരകത്തിന് തീ ഇടുന്നത്. അത് മനസ്സിലാക്കണം. കൃഷ്ണപിള്ള സ്മാരകം എത്രയോ വർഷമായി ചറ്റക്കുടിലായി നിൽക്കുകയാണ്. അവിടെ ഒരു പുനരുദ്ധാരണം പോലും നടത്താൻ കഴിയാത്തൊരു പാർട്ടി. എന്തുകൊണ്ട്, ഞാനിപ്പോൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് സഖാവ് പിണറായി വിജയൻ എറണാകുളത്തുണ്ടായിട്ട് ഈ സംഭവം നടന്ന സ്ഥലത്ത് വരാതെ പോയി? എന്തുകൊണ്ട്? സഖാവ് പിണറായി വിജയൻ അന്നത്തെ ദിവസം എറണാകുളത്തുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചു. ബഹുമാന്യനായ KPCC പ്രസിഡന്റ് കോഴിക്കോടായിരുന്നു. എന്നിൽ നിന്ന് വിവരം ശേഖരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് കാര്യങ്ങൾ സത്യസന്ധമായി രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല. നാസറിന്റെ എതിർ സംഘം ഗൂഢാലോചന നടത്തി ചിലത് ചെയ്തു. അതിൽ തോമസ് ഐസക് ഒന്നാം പ്രതി. ഇന്ദിരാഗാന്ധിയുടെ സ്മാരകം തകർത്തതിന് ശേഷമാണ് P. കൃഷ്ണപിള്ളയുടെ സ്മാരകം തകർക്കപ്പെടുന്നത്. ഇതിനു പിന്നിൽ ശക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. വർഷങ്ങളായി P. കൃഷ്ണപിള്ള സ്മാരകം ചെറ്റക്കുടിലായി നിലകൊള്ളുകയാണ്. സ്മാരകം തകർത്തു എന്ന് പറഞ്ഞ് മുതലക്കണ്ണീരൊഴുക്കുന്നവർക്ക് സ്മാരകം നല്ല നിലയിൽ പണിയുവാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. കേസന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നത് കണ്ടിട്ടാണ് CPIM പുതിയ തന്ത്രവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നും ഷുക്കൂർ ആരോപിച്ചു.
KCV ന്യൂസ്, ആലപ്പുഴ. വൈദ്യുതി മോഷ്ടാക്കൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഋഷിരാജ് സിംഗ് ആലപ്പുഴയിലേക്ക്. ഹൗസ് ബോട്ടുകൾ രാത്രികാലത്ത് വൈദ്യുതി മോഷ്ടിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് പരിശോധന ശക്തമാക്കുന്നത്. പുറത്തുനിന്നും വൈദ്യുതി വിലക്കെടുത്താണ് രാത്രികാലങ്ങളിൽ ഹൗസ് ബോട്ടുകൾ സ്റ്റേ ചെയ്യുന്നത്. ഇത്തരത്തിൽ വൈദ്യുതി കച്ചവടം നടത്തുന്നവർക്ക് KSEBയിൽ നിന്നും പ്രത്യേകം വൈദ്യുതി കണക്ഷൻ എടുക്കണം. ഇത്തരത്തിൽ കണക്ഷൻ എടുക്കുന്നവർക്ക് 2 ബോട്ടുകൾക്ക് മാത്രം വൈദ്യുതി കണക്ഷൻ കൊടുക്കുവാനാണ് അനുമതി. എന്നാൽ പലരും 4 വള്ളങ്ങൾക്ക് വരെ കണക്ഷൻ നൽകുന്നു എന്നാണ് പരാതി. വൈദ്യുതി നല്ലൊരു വിഭാഗം ഹൗസ് ബോട്ടുകളും വിലയ്ക്ക് വാങ്ങിയാണ് രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു വിഭാഗം ബോട്ടുകൾ കായൽ പ്രദേശങ്ങളിൽ നിന്നും വൈദ്യുതി മോഷ്ടിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. അധികൃതരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരക്കാർ വൈദ്യുതി മോഷണം നടത്തുന്നത്. ആലപ്പുഴയിൽ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിക്കുന്നതോടെ വൈദ്യുതി കണക്ഷൻ വീടുകളിൽ നിന്നും ലഭിക്കാത്ത സാഹചര്യമുണ്ടാവും. ഈ സമയത്താണ് കായൽ പ്രദേശങ്ങളിൽ നിന്നും വൈദ്യുതി മോഷ്ടിക്കുന്നതെന്ന് ഹൗസ് ബോട്ട് മേഖലയിലെ ജീവനക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്നു. എന്തായാലും വൈദ്യുതി മോഷ്ടാക്കൾക്കും അതിന് ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും ഋഷിരാജ് സിംഗിന്റെ വരവ് മുന്നറിയിപ്പായിരിക്കുകയാണ്. സാനു കെ സജീവ്, KCV ന്യൂസ്. കാലം തെറ്റിയ കാലവർഷം കർഷകർക്ക് കാലക്കേടാകുന്നു. കാലം തെറ്റിയെത്തിയ തുലാമഴയാണ് കർഷകരെ വട്ടം ചുറ്റിക്കുന്നത്. മഴയെ തുടർന്ന് വിളവെടുപ്പ് ആരംഭിച്ച പാടശേഖരങ്ങൾ വെള്ളക്കെട്ടിലാണ്. വിളവെത്താറായ പാടശേഖരങ്ങളിലെ നെൽച്ചെടികൾ വീണടിയുകയും ചെയ്യുന്നു. കുട്ടനാട്ടിൽ വിളവെടുപ്പ് ഒക്ടോബർ 3-നാണ് ആരംഭിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ മഴയെ തുടർന്ന് പാടശേഖരങ്ങൾ വെള്ളക്കെട്ടിലാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം നിമിത്തം പെയ്ത്തുവെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്നതിനും തടസ്സമാകുന്നുണ്ട്. ഇതിനാൽ ആവശ്യമുള്ളതിന്റെ ഇരട്ടിയിലധികം സമയമെടുത്താണ് മിക്ക പാടശേഖരങ്ങളിലും കൊയ്ത്ത് നടക്കുന്നത്. മാത്രവുമല്ല, യന്ത്രം പാടശേഖരങ്ങളിൽ പുതഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെടുത്തി 154-ലേറെ കൊയ്ത്ത് യന്ത്രങ്ങൾ ഉണ്ടെങ്കിലും സ്വകാര്യ യന്ത്രങ്ങളെയാണ് കർഷകർ ആശ്രയിക്കുന്നത്. കൊയ്ത്തുമതി യന്ത്രം പാടത്ത് താഴുന്ന കാരണം പറഞ്ഞ് ഉടമകൾ പണം കൂടുതലായി ഈടാക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. നെല്ല് വീണടിഞ്ഞ പാടശേഖരങ്ങളിലെ കർഷകർക്കും മഴ ദുരിതമാണ് സമ്മാനിച്ചത്. വീണ നെല്ല് കൊയ്തെടുക്കുവാനാണ് ഏറെ താമസം നേരിടുന്നത്. ആളെ നിർത്തി കൊയ്ക്കാൻ തൊഴിലാളികളെ കിട്ടാനില്ലെന്നും കർഷകർ പറയുന്നു. മത്സ്യങ്ങളുടെ വംശനാശത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന നഞ്ച് കലക്കിയുള്ള മത്സ്യബന്ധനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടും നടപടികൾ ഒന്നുമായിട്ടില്ല. കുട്ടനാട്ടിൽ നഞ്ചുകലക്കിയും കരാട്ടെ പോലുള്ള മാരകവിഷം കായലിൽ കെട്ടിത്താഴ്ത്തിയുമുള്ള മത്സ്യബന്ധനം വ്യാപിക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ. നഞ്ചുകലക്കിയുള്ള മത്സ്യബന്ധനത്തിനെതിരെ നടപടി സ്വീകരിച്ചതായി ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ അതീവ പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുള്ള വേമ്പനാട്ട് കായലിലടക്കം നഞ്ചുകലക്കിയുള്ള മത്സ്യബന്ധനം വർദ്ധിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. നഞ്ചുകലക്കൽ തടയാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്ന് ഫിഷറീസ് അധികൃതർ അവകാശപ്പെടുമ്പോഴും പട്രോളിംഗ് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളും കായൽ തീരവാസികളും പറയുന്നത്. പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി പമ്പിംഗ് ആരംഭിച്ച പാടശേഖരങ്ങളിൽ മടവലയുടെ ഉപയോഗവും വ്യാപകമാകുന്നുണ്ട്. മത്സ്യങ്ങളുടെ വംശനാശത്തിനിടവരുത്തുന്ന 20 മില്ലിമീറ്ററിൽ താഴെയുള്ള വലകൾ നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. നഞ്ചുകലക്കിയോ മടവല വെച്ചോ ഉള്ള മത്സ്യബന്ധനം പിടിക്കപ്പെട്ടാൽ പുതിയ ഇൻലാൻഡ് ആക്ട് പ്രകാരം 1 വർഷം വരെ തടവും 25,000 രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. നിയമം ഇതൊക്കെയാണെന്നിരിക്കലും പുഞ്ചകൃഷിക്കായി പമ്പിംഗ് നടത്തുന്ന ഭൂരിഭാഗം പാടശേഖരങ്ങളിലും 20 മില്ലിമീറ്ററിൽ താഴെയുള്ള വലകളാണ് ഉപയോഗിക്കുന്നത്. ഫിഷറീസ് വകുപ്പ് അവകാശപ്പെടുന്നത് പോലെ സ്ക്വാഡോ പട്രോളിംഗോ നടന്നിരുന്നെങ്കിൽ പട്ടാപ്പകൽ ഇത്ര ധൈര്യപൂർവ്വം ഈ നിയമനിഷേധങ്ങൾ നടക്കില്ലായിരുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മുട്ടാർ പുളിക്കിക്കളം പാലം മുതൽ മണലിൽ കലുങ്ക് വഴി ദീപാ ജംഗ്ഷൻ വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമാക്കി. സഹായിയുടെ നേതൃത്വത്തിലുള്ള ആദർശ് സ്വയം സഹായ സംഘത്തിന്റെയും സൂര്യ ബാലജന സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ചയാണ് പുനരുദ്ധാരണം നടന്നത്. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ
പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാകുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട്ടിലെ പുഞ്ചകൃഷി വൈകാൻ പോളയും കാരണമാകുന്നു. കുട്ടനാടൻ പാടശേഖരങ്ങളിൽ പോളശല്യത്തിന് 3 വെള്ളപ്പൊക്കങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാരമായിട്ടില്ല. മുൻകാലങ്ങളിൽ വെള്ളപ്പൊക്ക കാലത്ത് പോള കുറെയൊക്കെ ഒഴുകിയകലുക പതിവായിരുന്നു. രണ്ടാം കൃഷി നടത്താതെ വെള്ളം കയറ്റിയിട്ട പാടശേഖരങ്ങളിലും ആദ്യ വെള്ളപ്പൊക്കത്തിൽ തന്നെ മടവീണ് കൃഷി നശിച്ച പാടശേഖരങ്ങളിലുമാണ് പോളശല്യം രൂക്ഷമായുള്ളത്. പുഞ്ചകൃഷിക്കായി പമ്പിംഗ് ആരംഭിക്കണമെങ്കിൽ പോള നീക്കം ചെയ്യണം. പുഞ്ചവിത ആരംഭിക്കേണ്ട സമയമായതിനാൽ പോള നശിപ്പിക്കുന്നതിനായി മാരകമായ കളനാശിനിയെയാണ് കർഷകർ ആശ്രയിക്കുന്നത്. ഇത് കുട്ടനാട്ടിൽ രൂക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. കളനാശിനി പ്രയോഗ നിമിത്തം ഇപ്പോൾ തന്നെ വിഷമയമായ പൊതുജലാശയങ്ങളിൽ വിഷത്തിന്റെ അളവ് മാരകമായ തോതിൽ വർദ്ധിക്കാനിടയാകും. കൂലിച്ചിലവ് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വരുംവരായികൾ നോക്കാതെ കർഷകർ പോള നശീകരണത്തിനായി കളനാശിനിയെ ആശ്രയിക്കുന്നത്. കുട്ടനാട്ടിലെ 16,000 ഹെക്ടറിൽ പോള തിങ്ങി നിറഞ്ഞിരിക്കുന്നതായി ഫിഷറീസ്, തുറമുഖ വകുപ്പുകളുടെ സംയുക്ത പഠനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. പോള വാരുന്നതിന് മുന്നോടിയായി ഫിഷറീസ് വകുപ്പ് ഗൂഗിൾ എർത്തിന്റെ സഹായത്തോടെ നടത്തിയ ഹൈടെക് സർവേയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തുടർന്ന് പോള വാരാൻ മുംബൈ ആസ്ഥാനമായുള്ള ഏജൻസിക്ക് കരാർ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കരാർ നേടിയെടുക്കുകയല്ലാതെ മറ്റൊന്നും ഏജൻസി ചെയ്തതായി അറിയില്ല. കർഷകർക്ക് ഭീഷണിയായ പോളയും മറ്റു സസ്യങ്ങളും ജൈവവളത്തിനും കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും പ്രയോജനപ്പെടുത്തുമെന്ന് വിദഗ്ധർ ഏറെക്കാലമായി പറയുന്നുണ്ടെങ്കിലും പദ്ധതികൾ ഒന്നുമായിട്ടില്ല. ഒരേക്കറിലെ പോള വാരണമെങ്കിൽ കുറഞ്ഞത് 20,000 രൂപയെങ്കിലും തൊഴിലാളികൾക്ക് കൂലി നൽകേണ്ടി വരും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വിലങ്ങുതടിയായതാണ് കർഷകർക്ക് വിനയായത്. തൊഴിലുറപ്പ് ജോലികൾ പഞ്ചായത്ത് കമ്മിറ്റിക്ക് തീരുമാനിച്ച് നടപ്പാക്കാവുന്നതേയുള്ളൂ. എന്നാൽ അതിനുള്ള ആർജവം പഞ്ചായത്ത് അധികൃതർ കാണിക്കാത്തതാണ് പ്രശ്നമാകുന്നത്. എന്തായാലും പാടശേഖരങ്ങളിൽ പാടത്തെ പോള കൂടി നീക്കം ചെയ്ത് പുഞ്ചയിറക്കിയാൽ തന്നെ അനുദിനം കൃഷി ചെലവുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൃഷി നഷ്ടമാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഗിർ പശുക്കളെ വിതരണം ചെയ്തു. ഭാരതത്തിലെ പൈതൃക കാലിസമ്പത്തായ ഗിർ പശുക്കളെയാണ് ചങ്ങനാശ്ശേരിയിൽ വിതരണം ചെയ്തത്. മഹാത്മാ നേച്ചർ ആൻഡ് അനിമൽ കൺസർവേഷൻ സൊസൈറ്റിയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ചങ്ങനാശ്ശേരി PP ജോസ് റോഡിലുള്ള പൊട്ടുകുളം കോമ്പൗണ്ടിൽ നടന്ന ഗിർ പശുക്കളുടെ വിതരണോദ്ഘാടനം വാഴൂർ തീർത്ഥപാദാശ്രമം ബ്രഹ്മശ്രീ ഗുരു സത്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ നിർവഹിച്ചു. ഗോ എന്നുള്ള ശബ്ദത്തിനർത്ഥം ജീവജാലങ്ങളെ എല്ലാം, മനുഷ്യനൊഴികെയുള്ള മറ്റു മൃഗങ്ങളെ എല്ലാം ഗോവിന്റെ ലിസ്റ്റിലാണ് പെടുന്നെങ്കിലും അയവെട്ടുന്ന ജീവിയുടെ ഉദരത്തിലാണ് ജീവാണുക്കൾ ഉണ്ടാകുന്നത്. ആ ജീവാണുക്കളെ കൊണ്ട് ദഹനം നടത്തുന്നത് ഗോവിനാണ്. മനുഷ്യനിൽ ആസിഡുകളെ കൊണ്ടാണ് ദഹനം നടത്തുന്നത്. പക്ഷികളിലും ആസിഡുകളാണ് എങ്കിലും ഗോവിന്റെ ഉദരത്തിൽ ജീവാണുക്കളെ കൊണ്ടുള്ള ദഹന പ്രക്രിയയാണ് നടക്കുന്നത്. ആ ദഹന പ്രക്രിയ, ആ ജീവാണുക്കൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന പുല്ലും മറ്റ് വൈക്കോലും നമുക്ക് ഉപയോഗശൂന്യമായ കളകൾ എല്ലാം പശുവിന് കൊടുത്തു കഴിഞ്ഞാൽ, ഗോവിന് കൊടുത്തു കഴിഞ്ഞാൽ നാളെ അത് ഫലപുഷ്ടമായിട്ടുള്ള ഒരു വളമായിട്ട്, ജൈവസമ്പത്തായിട്ട് ഭൂമിയിലേക്ക് വരും. ആ ജൈവസമ്പത്ത് ഭൂമിയിൽ വന്ന് അതിൽ നിന്ന് ജൈവാണുക്കൾ ഭൂമിയിൽ വളർന്ന് ആ ജീവാണുക്കളെ കൊണ്ട് നമ്മുടെ ഭൂമി സമ്പന്നമാവും. ജീവാണുക്കൾ ഇല്ലാത്ത ഭൂമി ഊഷരഭൂമിയായി മാറും. ജലത്തെ ശേഖരിച്ചു നിർത്തുവാനുള്ള ശക്തി ഇല്ലാത്തതായി പോകും ഭൂമി. ജലം
ശേഖരിച്ചു നിർത്തുവാൻ ഭൂമിക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ സസ്യജാലങ്ങൾക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. കോട്ടയം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി ശശീന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ കെ ഡി ജോൺ അധ്യക്ഷനായി. മാഗി മെറീന, അനുകുമാരൻ, ഡോക്ടർ വി എസ് പ്രസന്നൻ, പ്രൊഫസർ ചെറിയാൻ ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ബജറ്റ് നിർദ്ദേശങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു. കേന്ദ്ര ബജറ്റിന്റെ നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്താണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര പരസ്യ ദൃശ്യ പ്രചാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് ഓഫീസ് ഹാളിൽ ചൊവ്വാഴ്ച രാവിലെ 10 മുതലാണ് പ്രദർശനം നടക്കുക. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി പരിപാടി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന നിർദ്ദേശങ്ങളുടെ വിവരങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ മാസം 18 വരെ പ്രദർശനം നീണ്ടു നിൽക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് ലഹരി വസ്തുക്കളുടെ വിപണനം തടയാൻ പോലീസ്, എക്സൈസ് വകുപ്പുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കുട്ടനാട് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ലഹരി വിരുദ്ധ സംഗമം ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ നൽകുന്ന ഉറവിടങ്ങൾ കണ്ടുപിടിക്കുവാൻ PTA കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കണമെന്ന് കൾച്ചറൽ ഫോറം ചെയർമാൻ നൈനാൻ തോമസ് ആവശ്യപ്പെട്ടു. ഔസേപ്പച്ചൻ ചെറുകാട് അധ്യക്ഷനായി. വിമൽകുമാർ രാമങ്കരി, ജോസ് മുക്കം, ലാലി മുട്ടാർ, ജെയിംസ് ഇലവുങ്കൽ, ജോസ് കൈലാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. 82ാമത് ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് മുന്നോടിയായി പുളിങ്കുന്ന് മേഖല സ്വാഗത സംഘ രൂപീകരണ യോഗം നടന്നു. കണ്ണാടി കിഴക്ക് 2349 നമ്പർ SNDP ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കുട്ടനാട് SNDP യൂണിയൻ സെക്രട്ടറി MT പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യജീവിതത്തെ അതിന്റെ സമഗ്രതയിലും സമ്പൂർണതയിലും കണ്ട ഒരു യോഗീശ്വരനായിരുന്നു നമുക്കറിയാം. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഭൗതികമായ ജീവിതത്തെ ഉപേക്ഷിക്കണമെന്നോ മറിച്ച് ഭൗതികമായ ജീവിതത്തിന് വേണ്ടി ആധ്യാത്മികതയെ ഉപേക്ഷിക്കണമെന്നോ ഗുരു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ രണ്ട് വശങ്ങളുടെയും സമന്വയമാണ് മനുഷ്യജീവിതത്തെ സാഫല്യത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സന്തോഷ് ശാന്തി അധ്യക്ഷനായി. കണ്ണാടി 2349 നമ്പർ SNDP പ്രസിഡന്റ് MR സജീവ്, PT പൊന്നപ്പൻ, വരുൺ ടി രാജ്, ജയ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെടുമുടി ആറ്റുവാത്തല SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ AC റോഡരികിലെ പൊന്തക്കാടുകൾ വെട്ടിനീക്കി. നെടുമുടി നസ്രത്ത് പാലം മുതൽ നെടുമുടി വലിയ പാലം വരെയുള്ള ഭാഗമാണ് വെട്ടിത്തെളിച്ചത്. കഴിഞ്ഞ ദിവസം നെടുമുടിയിലെ പൊന്തക്കാട് നടന്ന പ്രദേശത്തേക്ക് റോഡ് അപകടത്തെ തുടർന്ന് ഒരാൾ തെറിച്ചു വീഴുകയുണ്ടായി. എന്നാൽ അപകടം നടന്നത് തിരിച്ചറിഞ്ഞെങ്കിലും ഉടൻ തന്നെ ആളെ കണ്ടെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടയാൾ മരിക്കുകയാണ് ഉണ്ടായത്. ഇതിനാലാണ് ഇവിടം വൃത്തിയാക്കാൻ തീരുമാനിച്ചതെന്ന് ചമ്പക്കുളം പഞ്ചായത്ത് അംഗം റജി പറഞ്ഞു. ഒരു ശുദ്ധ പ്രവർത്തനവും അത് സേവനമായി ചെയ്യാൻ താല്പര്യമായ ഒരു പ്രത്യേക ഘടകം ഇവിടെ രണ്ടുപേർക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടി അപകടമുണ്ടാകുകയും ഒരാളെ കാണാതെ കാടിനകത്ത് കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. അപകടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് മറ്റൊരാൾക്ക് ഹോസ്പിറ്റലിലെത്തുകയും ചെയ്തതിലും ഇരിച്ച വാഹനങ്ങൾ നിർത്താതെ പോകുന്ന സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് കാഴ്ചക്കാർ പോലും നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് AC റോഡിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നത്. സന്തോഷ് മുളവനശ്ശേരി, ഷാജി ചെമ്പേക്കോട്, സനീഷ് കാന്തേരിൽ, ദിവാകരൻ, ജയ അജകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ട് അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. ഗായത്രി കവചം, ഗായത്രി സ്തോത്രം, ഗായത്രി സഹസ്രനാമ സ്തോത്രം, ഗൗതമ ശാപം, മണിദ്വപവർണം, പുരാണ ഫലക ദർശനം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തതിന് ശേഷമാണ് ഘോഷയാത്ര ആരംഭിച്ചത്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അഭവ്രത സ്നാനം കഴിഞ്ഞ് ദേവിയെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. കൈനടി AJ ജോൺ മെമ്മോറിയൽ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചൊവ്വാഴ്ച 10 സ്കൂൾ അങ്കണത്തിൽ നടക്കും. ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. കുട്ടനാട് MLA തോമസ് ചാണ്ടി അധ്യക്ഷനാകും. ചരമവാർത്തകൾ. കണ്ടങ്കരി അറക്കൽ ദേവസ്യ വർഗീസ് 60 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 10 കണ്ടങ്കരി സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ.
കാവാലം പാലൂര് ചന്ദ്രമോഹനൻ നായർ 59 വയസ്സ് നിര്യാതനായി. സംസ്കാരം നടത്തി. തലവടി നടുവിലെ മുറി നാലുപുരക്കൽ വീട്ടിൽ രഘുകുമാർ 54 വയസ്സ് നിര്യാതനായി. സംസ്കാരം ബുധനാഴ്ച 11 വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നിലയ്ക്കാത്ത സമരാവേശം. കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്ററെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CDS പ്രവർത്തകർ അനിശ്ചിതകാല സമരത്തിലേക്ക്. സ്മാരകശിലകൾ തകരുന്നതിനു പിന്നിൽ. കഞ്ഞിക്കുഴിയിലെ P. കൃഷ്ണപിള്ള സ്മാരകം തകർത്തതിനു പിന്നിൽ തോമസ് ഐസക് MLA എന്ന് DCC പ്രസിഡന്റ് A. ഷുക്കൂർ. വൈദ്യുതി മോഷ്ടിച്ചാൽ ഷോക്കടിക്കും. മോഷ്ടാക്കളെ കണ്ടെത്താൻ ആലപ്പുഴയിൽ ഊർജിത അന്വേഷണമെന്ന് ഋഷിരാജ് സിംഗ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.